What's up guys? Welcome back to our channel. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നിട്ടുണ്ടെങ്കിൽ എഗ് വൈറ്റ്സ് കഴിക്കണോ അതുപോലെ തന്നെ വേ പ്രോട്ടീൻ കഴിക്കണോ എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ്. പലരുടെയും വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ അലൗ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെയും വീട്ടുകാർ കരുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ഒരു തെറ്റായ സംഭവമാണ്, നമ്മുടെ ഹെൽത്തിന് കൊള്ളത്തില്ലാത്തൊരു സംഭവമാണ്. പല പ്രൊഫഷണൽസ് ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. പല ന്യൂസ് ചാനൽസിലും വേ പ്രോട്ടീൻ കഴിക്കുന്നത് കൊള്ളത്തില്ല എന്നല്ല നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ ഏതാണ്? നിങ്ങൾക്ക് എഗ് വൈറ്റ് ആണോ കഴിക്കേണ്ടത് അതുപോലെ തന്നെ വേ പ്രോട്ടീൻ ആണോ കഴിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ബോട്ടിലടിക്കണം അതായത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം വേ പ്രോട്ടീൻ കേസിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിപ്പോൾ പലതരത്തിലുള്ള ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ അമേരിക്കൻ ഇമ്പോർട്ടർ ആയിട്ടുള്ള ബ്രാൻഡ്സ് അവൈലബിൾ ആണ്, ഇന്ത്യയിൽ മെയ്ഡ് ചെയ്ത ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ബ്രാൻഡ്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1200 രൂപ 2000 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഈ ഓൺ പോലുള്ള ബ്രാൻഡുകൾ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ഏകദേശം 5000 രൂപ അല്ലെങ്കിൽ 4000 രൂപ 3000 രൂപ റേഞ്ചിലാണ് വരുന്നത്. അതായത് നമുക്ക് ഏകദേശം 1200 രൂപ തൊട്ട് 6000 രൂപ വരെ റേഞ്ചിൽ നമുക്ക് ഒരു കിലോയ്ക്ക് ഈ പറയുന്ന വേ പ്രോട്ടീൻ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഏതൊരു കിലോ എടുക്കുകയാണോ ഒരു കിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 900 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു സെർവിങ് എടുക്കുകയാണെങ്കിൽ ഒരു സെർവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഗ്രാമാണ് ഒരു ദിവസം നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ 30 ഗ്രാമിൻ്റെ ഒരു സ്കൂപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 ദിവസത്തേക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. കാരണം 30 ചെയ്യുന്ന കഴിയുമ്പോൾ നമുക്ക് 900 ഗ്രാം വരുന്നുണ്ട്. അതായത് ഒരു കിലോ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മൾ അതിൻ്റെ പ്രൈസ് ഒന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു വേ പ്രോട്ടീൻ്റെ പ്രൈസ് വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ 1200 രൂപ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1200 ഡിവൈഡ് ബൈ 30 ചെയ്യുമ്പോൾ നമുക്ക് 40 രൂപയാണ് വരുന്നത്. അതായത് നമ്മൾ ഒരു സ്കൂപ്പിന് നമുക്ക് ചിലവാകുന്ന 40 രൂപകളാണ്. അപ്പോൾ ഒരു സ്കൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം കിട്ടുന്നത് ഏകദേശം എല്ലാ ബ്രാൻഡും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 24 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് 30 ഗ്രാം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 24 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പം 24 ഗ്രാം പ്രോട്ടീൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്നത് 40 രൂപയാണ്. ഇനിയിപ്പോൾ മുട്ടയുടെ കേസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമുക്കൊരു മുട്ടയ്ക്കകത്ത് കിട്ടുന്ന 6 ഗ്രാം പ്രോട്ടീനാണ്. പക്ഷേ 6 ഗ്രാം പ്രോട്ടീനകത്ത് നമുക്ക് ഫാറ്റും വരുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാറ്റ് അവോയ്ഡ് ചെയ്തിട്ട് എഗ് വൈറ്റ് മാത്രമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എഗ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ലീൻ പ്രോട്ടീനാണ് വരുന്നത്. അപ്പോൾ എഗ് വൈറ്റിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3.6 ഗ്രാം പ്രോട്ടീനാണ് ഒരെണ്ണത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 3.6 ഗ്രാം പ്രോട്ടീൻ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഒരു എഗ് വൈറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ പറഞ്ഞ ഈ വേ പ്രോട്ടീനകത്ത് കിട്ടുന്ന അത്ര തന്നെ പ്രോട്ടീൻ വരുന്നത്. അതായത് ഏകദേശം 24 ഗ്രാം അല്ലെങ്കിൽ 25 ഗ്രാമോളം തന്നെ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 7 മുട്ടയുടെ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ വില എന്ന് വെച്ചാൽ 5 രൂപ തൊട്ട് 6 രൂപ വരെയൊക്കെയാണ് നമുക്ക് ഒരു മുട്ടയ്ക്ക് വില വരുന്നത്. അപ്പോൾ 6 രൂപ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ 6 × 7 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 42 രൂപയാണ് നമുക്ക് ഈ പറഞ്ഞ 7 മുട്ടയ്ക്ക് വേണ്ടി ചിലവാകുന്നത്. അപ്പോൾ അതായത് നമ്മൾ 25 ഗ്രാം പ്രോട്ടീന് വേണ്ടി 42. ഏകദേശം പ്രൈസിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ വേ പ്രോട്ടീനും അതുപോലെ തന്നെ എഗ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം പ്രൈസ് ബ്രാക്കറ്റ് തന്നെയാണ് വരുന്നത്. 40 രൂപ അല്ല 42 രൂപയ്ക്ക് നമുക്ക് ഏകദേശം 24 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രൈസിൻ്റെ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോ അവൈലബിലിറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ബയോ അവൈലബിലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന പ്രോട്ടീൻ നമുക്ക് എന്തോരം നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ബയോ അവൈലബിലിറ്റി നിശ്ചയിക്കുന്നത്. അപ്പോൾ ഏതായാലും ബയോ അവൈലബിലിറ്റി കേസിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രോട്ടീൻ തന്നെ നമുക്ക് ആദ്യം എടുത്ത് നോക്കാം. പ്രോട്ടീനകത്ത് ഐസൊലേറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഏകദേശം നമുക്ക് കിട്ടുന്നത് 100 തൊട്ട് 150% വരെ നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ ഫുള്ള് തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം 30 ഗ്രാമിനകത്ത് 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആ 24 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നുണ്ട്. ഇനി എഗ്ഗിൻ്റെ കേസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 100 ഗ്രാം തന്നെ വരുന്നു, 100% തന്നെ വരുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആ ഒരു എഗ്ഗിൻ്റെ മൊത്തം പ്രോട്ടീൻ നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ കോൺസെൻട്രേറ്റ് ആണ് വേ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് 108% തന്നെ നമുക്ക് ഈ ബയോ അവൈലബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ബയോ അവൈലബിലിറ്റിയുടെ കേസ് നോക്കി കഴിയുമ്പോഴും ഈ പറയുന്ന എഗ്ഗും അതുപോലെ തന്നെ വേ പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം സെയിം ആണ്, ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവൈലബിലിറ്റിനെ വെച്ച് നമ്മൾ സംസാരിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാം ഈ പറയുന്ന വേ പ്രോട്ടീൻ നമ്മൾ കൂടുതൽ പേരും പർച്ചേസ് ചെയ്യുന്ന ഓൺലൈനായിട്ടായിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ടുള്ള സർവീസ് അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ പല വീടുകളിലും ഈ പറയുന്ന ഈ വേ പ്രോട്ടീൻ സമ്മതിക്കുന്നൊന്നുമില്ല, പല വീടുകളിലും അനുവദിക്കുന്ന കാര്യമല്ല. അപ്പം അവൈലബിലിറ്റിയുടെ കേസ് വെച്ച് നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ എഗ്സ് തന്നെയാണ്. കാരണം എഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എഗ്ഗ് അവൈലബിൾ ഈസിയായിട്ട് അവൈലബിൾ ആകുന്നതാണ്, അല്ലെങ്കിൽ എല്ലാ ഷോപ്പിലും തന്നെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ എഗ്ഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷനാണ്. കാരണം വെച്ചാൽ ഡൈജഷൻ റേറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. എന്തോ ഒരു സമയം കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഡൈജഷൻ നടക്കുന്നത്, എത്ര സമയം എടുത്തിട്ടാണ് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത്, അബ്സോർപ്ഷൻ റേറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കണം. അപ്പോൾ അബ്സോർപ്ഷൻ റേറ്റിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഈ പറയുന്ന വേ പ്രോട്ടീനോട്ട് വന്ന് കഴിയുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഏകദേശം 8 ഗ്രാം പെർ ഹവർ ആണ് നമുക്ക് ഈ പറയുന്ന അബ്സോർപ്ഷൻ വേ പ്രോട്ടീൻ കേസിലോട്ട് വരുമ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഡൈജസ്റ്റീവ് എൻസൈംസും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ പറയുന്ന വേ പ്രോട്ടീൻ അത് വരുന്നുണ്ട്. പക്ഷേ എഗ്സിന്റെ കേസിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് ഈ പറയുന്ന ഡൈജഷൻ കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷേ ഒത്തിരി സ്ലോ ഒന്നും അല്ല. നമ്മൾ ഈ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വേ പ്രോട്ടീൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇച്ചിരി സ്ലോ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡല്ല, ഓൾറെഡി വേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്ഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഏതായാലും എഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2.8 ആണ് വരുന്നത്. 2.8 ഗ്രാം പെർ
ഹവറാണ് നമുക്ക് ഈ പറയുന്ന അബ്സോർപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കമ്പാരിസൺ വേണ്ടി എടുക്കുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയാണ്. അപ്പോൾ ക്വാളിറ്റിയുടെ കേസിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും പ്രോട്ടീൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓതൻറ്റിസിറ്റി, അതുപോലെ തന്നെ അത് എവിടെ നിന്നാണ് വരുന്നത്, എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്, ഇന്ത്യൻ മേഡാണോ അമേരിക്കൻ മേഡാണോ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡ് ഏതാണ്, എത്ര വർഷം പഴക്കമുള്ള ബ്രാൻഡാണ്, അത് വിശ്വസിക്കാൻ പറ്റുന്ന ബ്രാൻഡാണോ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ക്വാളിറ്റി ഇരിക്കുന്നത്. അപ്പോൾ ഈ വേ പ്രോട്ടീൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് പ്രൈസും ഓട്ടോമാറ്റിക്കലി കൂടും. പക്ഷേ പ്രൈസ് ഒരുപാട് കൂടുതലാണെന്നുള്ള ഇതുകൊണ്ട് ക്വാളിറ്റി കൂടുതലാണെന്ന് നമുക്ക് പറയാനും വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓതൻസിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മെസ്സേജ് അയച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓതന്റിക് ആണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കംപ്ലീറ്റ്ലി ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബ്രാൻഡുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നമ്മുടെ എഗ്ഗിൻ്റെ കേസ് കൊണ്ട് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് എഗ്ഗിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. എഗ്സ് മോസ്റ്റ് ഓഫ് എഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഗ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കോഴിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഗ് നമുക്ക് കിട്ടുന്നതാണ്. ഫാമിൽ നിന്ന് ഉണ്ടാക്കുന്നതിലും ക്വാളിറ്റി ആയിട്ടുള്ളത് നമുക്ക് ഈ പറയുന്ന നാടൻ കോഴിയുടെ ഒക്കെ മുട്ടയ്ക്കായിരുന്നു നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കേസിലോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് എഗ്ഗിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എല്ലാ എഗ്സിനും തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന വേ നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എഗ് വൈറ്റ് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഏകദേശം സെയിം ആയിട്ടുള്ള ബയോ അവൈലബിലിറ്റി, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ കണ്ടന്റ് ആണെങ്കിലും പ്രൈസ് ആണല്ലോ എല്ലാം ഏകദേശം സെയിം ആയിട്ടുള്ള ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്ലിമെന്റ്സ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം എപ്പോഴാണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിന് അത് നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ നമുക്ക് സാറ്റിസ്ഫൈ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം സപ്ലിമെന്റ്സ് പോലുള്ള സപ്ലിമെന്റ്സ് പർച്ചേസ് ചെയ്താൽ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബിസിയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ എഗ് ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എഗ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല പല വീടുകളിലും നമ്മുടെ ഈ പറയുന്ന വേ പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാർ സമ്മതിക്കത്തില്ല. അപ്പോൾ അവർക്കെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എഗ് വൈറ്റ് ഉപയോഗിച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എല്ലാം മാറി നേരുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.